പാലക്കാട്ട് സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. പാലക്കാട് ബംഗളൂരു കെഎസ്ആർടിസിയുടെ പുതിയ എസി ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, സർക്കാർ പരിപാടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ വഴി എങ്ങനെയാണ്? അതായത് ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്താനോ മറ്റ് പരിപാടികൾ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുൾപ്പെടെ ഡിവൈഎഫ്ഐ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് 9 മണിയോടുകൂടിയാണ് പാലക്കാട് ബാംഗ്ലൂർ KSRTCയുടെ പുതിയ AC ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. ഈ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. സർക്കാർ പരിപാടിയിൽ അങ്ങനെ രാഹുൽ ആദ്യമായി ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ആദ്യമായി എത്തുകയും പിന്നീട് ഈ പുതിയ പാലക്കാട് ബാംഗ്ലൂർ സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. രാഹുലിനൊപ്പം കോൺഗ്രസിലെ ഏതാനും നേതാക്കൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ KSRTCയിലെ ചില അധികൃതരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാത്രി 9 ഈ പരിപാടിയെക്കുറിച്ച് ഡിവൈഎഫ്ഐ BJP ഒന്നും അറിഞ്ഞിരുന്നില്ലേ? ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നല്ലോ അവരുടെ വെല്ലുവിളി. അതായത് കൃത്യമായി ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു പ്രചരണമോ ഈ പുതിയ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പ്രചരണവും നടന്നിട്ടില്ല. ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് പോലും ഈ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും സർക്കാർ പരിപാടിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയിരിക്കുകയാണ്. പ്രതിഷേധിക്കും, തടയും എന്നൊക്കെയുള്ള വെല്ലുവിളികൾക്കിടയിലും അതാണ് സംഭവിച്ചത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.